ദി വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിൻ്റെ 55ാമത്തെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം നമസ്കാരം. സാർ, ബിറ്റ്സിൻ്റെ ആദ്യത്തെ സെഷൻ എക്സാം കഴിഞ്ഞു, വിദ്യാർത്ഥികൾ അവരുടെ സ്കോറൊക്കെ അറിഞ്ഞു. അപ്പം വിദ്യാർത്ഥികളൊരു കൺഫ്യൂഷനിലാണ്. NIT ഉണ്ട്, IIT ഉണ്ട്, ബിറ്റ്സ് തിരഞ്ഞെടുക്കണോ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ക്യാമ്പസുകൾ, കോഴ്സുകൾ, അതുപോലെ തന്നെ എന്താകാം അതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്. സാർ, ഞാൻ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു IITയുമായിട്ട് കമ്പയർ ചെയ്യാൻ അത്രമാത്രം ബ്രാൻഡ് വാല്യൂ ഉള്ളതാണോ ബിറ്റ്സ്? തീർച്ചയായിട്ടും. നമ്മൾ സ്റ്റാർട്ടപ്സ് കൾച്ചർ ഏത് IITയെക്കാളും ബെറ്ററാണ് ബിറ്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. കാരണം ബിറ്റ്സിൻ്റെ ബിറ്റ്സ് പിലാനിയാണ് അവരുടെ മെയിൻ ക്യാമ്പസ്. അതുകൂടാതെ നമുക്ക് ഗോവയിലും ഹൈദരാബാദിലും, ഇതാണ് ഇന്ത്യയിലുള്ള 3 ക്യാമ്പസുകൾ. അപ്പോൾ അവിടുത്തെ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് അവർ വിവിധങ്ങളായ കമ്പനികൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഫാക്കൽറ്റികൾ കമ്പനികൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ്, അതുപോലെ ഇവിടുത്തെ ഫാക്കൽറ്റികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് MIT ആണ്. ഓക്കെ. അതൊക്കെ വളരെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു IITയിൽ എന്ന് പറയുന്നത് ടോപ്പ് IITയിൽ പഠിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് അതുക്കും മേലെ ഒരു ബ്രാൻഡ് വാല്യൂ എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. അത്രയും ബ്രാൻഡ് വാല്യൂ ഉണ്ട്. പ്രത്യേകിച്ച് വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ് നല്ലപോലെ ഉണ്ട്. ഓക്കെ. ബിറ്റ്സ് പിലാനി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കേവലം 3 മാത്രം ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി ഒരു തന്നെയല്ല, ഈ ബ്രാഞ്ചുകൾ അവർ പുതുതായിട്ട് അങ്ങനെ ആരംഭിക്കുന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മൾ മറ്റ് പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വന്നപ്പം അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുപാട് സബ്സെറ്റുകൾ AI, ഡാറ്റ സയൻസ്, IoT, ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബ്രാഞ്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അവർ ഈ വർഷം പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട്. അത് നമ്മുടെ IITകളിലൊക്കെ ഉള്ളൊരു ബ്രാഞ്ചാണ് മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്. ഓക്കെ. അത് CS ഉള്ളപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ IIScയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ ഒരു പുതിയ ബ്രാഞ്ച് ഒരെണ്ണമാണ് ഈ വർഷമാണ് തുടങ്ങുന്നത്. അല്ലാതെ അനാവശ്യമായിട്ട് ഇൻടേക്ക് ഒന്നും അവിടെ നടക്കുന്നില്ല. ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ റെപ്യൂട്ടേഷനുണ്ട്. അത് വേൾഡ് വൈഡ് ആ റെപ്യൂട്ടേഷനുണ്ട്. ഓക്കെ. സാർ, ഏകദേശം എത്ര സ്റ്റുഡൻസിന് ബിറ്റ്സിൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? ഏകദേശം ഒരു നമ്പറിലേക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ബിറ്റ്സിലെ 3 സെൻറ്റേഴ്സാണ്. പിന്നെയുള്ള ദുബായിലാണ് നമുക്ക് ഇന്ത്യയിൽ. അപ്പോൾ അവിടെ മിക്കവാറും നമ്മുടെ എല്ലാ കോളേജുകളിലുള്ള ബ്രാഞ്ചസ്, നോർമലി നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും IITകളിലും ഒക്കെ ഉള്ള എല്ലാ ബ്രാഞ്ചസും തന്നെ പഴയ ബ്രാഞ്ചസ് ഉണ്ടല്ലോ, അതെല്ലാം തന്നെ അവിടെ ഉണ്ട്. ബിറ്റ്സിലുണ്ട്. അവിടെ ഓരോ ബാച്ചുകളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 60 കുട്ടികൾ വരെ വരുന്ന ബാച്ചുകളായിരിക്കും. അപ്പോൾ ആ ബ്രാഞ്ചുകളുടെ എണ്ണം വെച്ച് നമ്മൾ പറയുമ്പോൾ ഏകദേശം ഒരു 800,000 ആ റേഞ്ചിലുള്ള കുട്ടികളെ വരുന്നുള്ളൂ. ലിമിറ്റഡ് 3 ക്യാമ്പസ് എടുത്താൽ പോലും അത്രേ വരുള്ളൂ. പിന്നെ അതുകൂടാതെ അവിടെ സബ്ജക്റ്റുകളുണ്ട്. നമ്മുടെ മാത്തമാറ്റിക്സ് MSc ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജിക്കൽ സയൻസ് ഉണ്ട്, ഇക്കണോമിക്സ് ഉണ്ട്. പിന്നെ ഫാർമസിയുടെ BPharm പ്രോഗ്രാം രണ്ട് ക്യാമ്പസിൽ അതുമുണ്ട്. ഇത്രയൊക്കെയാണ് അവിടുത്തെ പ്രോഗ്രാംസ് നമുക്ക് പറയാം. സാർ, ഈ ക്യാമ്പസുകളിലേക്ക് വരുമ്പം ഏറ്റവും ടോപ്പ് ഏതാണ്? ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്ന ബ്രാഞ്ചുകൾ അങ്ങനെ ഒന്ന് ചുരുക്കി എന്ന് പറയാം. ടോപ്പ് ക്യാമ്പസ് പിലാനി ക്യാമ്പസ് തന്നെയാണ്. അതിലൊരു സംശയമില്ല. പിലാനി മറ്റു ക്യാമ്പസിൽ നിന്ന് നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെയുള്ള 2 ക്യാമ്പസ് തമ്മിൽ വലിയ ഒരു വ്യത്യാസം നമ്മൾ എടുത്തു പറയാൻ മാത്രമുള്ള വ്യത്യാസമൊന്നുമില്ല. എങ്കിലും കമ്പാരിറ്റീവ്ലി ഗോവയാണ് നമ്മൾ സെക്കൻഡ് പ്രയോറിറ്റി ആണ് കാണുന്നത്. പിന്നെ 3ാമത് തൊട്ട് താഴെ വലിയൊരു വ്യത്യാസം പറയണ്ട കേട്ടോ, ഹൈദരാബാദാണ് അടുത്ത്. ഇങ്ങനെയാണ് കാണുന്നത്. പിന്നെ ബ്രാഞ്ചുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ CS, ഒരു സംശയം വേണ്ട, കമ്പ്യൂട്ടർ സയൻസ് ആണ് മുമ്പിൽ. 2ാമത് ECE, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. 3ാമത് EEE. 4ാമത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ വരുന്നുണ്ട്. പിന്നെ മെക്കാനിക്കൽ ഉണ്ട്, കെമിക്കലുണ്ട്, സിവിലുണ്ട്, മാനുഫാക്ചറിങ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതിയിലേക്ക് ബ്രാഞ്ചസ് നമുക്ക് പറയാൻ പറ്റും. സാർ, ഞാൻ ഒരു ചോദ്യം കൂടി ഇതോടെ കൂട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഒരു ബിറ്റ്സിൽ ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ ഒരു 30 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ IITയേക്കാളും കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. ഈ ഒരു 30 ലക്ഷം രൂപയ്ക്കുള്ള ഒരു ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ഒരു വാല്യൂ ഫോർ മണി ആണോ ബിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് തീർച്ചയായിട്ടും അതെ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം ബിറ്റ്സിൽ വരുന്ന നമ്മൾ അവിടുത്തെ പാക്കേജ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഹയസ്റ്റ് പാക്കേജ് നോക്കിയാൽ 1.33 CR ആണ്. ആ ഒരു റേഞ്ചിലേക്ക്. അതെ, ഹയസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. പക്ഷേ ആവറേജ് പാക്കേജിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ
അത് 30.3 lakhs ആണ്. 30 ലക്ഷം റേഞ്ചിൽ അവിടുത്തെ ആവറേജ് പാക്കേജ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അതിന് താഴെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഇപ്പോൾ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ VIT പരിഗണിക്കുകയാണെങ്കിൽ അവിടെ പോലും ഒരു 8 ലക്ഷം 9 ലക്ഷം രൂപ ആയിരിക്കും ആവറേജ്. അത്രേ വരുള്ളൂ. ഇവിടെ അത്രയും വേരിയേഷൻ ഉണ്ട്. ഇനി ഇവിടെ വരുന്ന കമ്പനികൾ നമ്മൾ പരിശോധിച്ചാൽ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, മെറ്റ, അഡോബി, സിസ്കോ, ഒറാക്കിൾ, സാംസങ്, മെക്കാനിക്കലാണ് ബെൻസ്, BMW ഇങ്ങനെയുള്ള വേൾഡ് ക്ലാസ് കമ്പനികൾ, ടോപ്പ് കമ്പനീസ് തന്നെയാണ് റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. ഈ 30 ലക്ഷം ഒരിക്കലും നഷ്ടമാവില്ല. കാരണം നമ്മൾ 1 ഇയർ പാക്കേജിന് ആവറേജ് 30 ലക്ഷം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരു നല്ല ഡിസിഷൻ തന്നെ ആയിരിക്കും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ. സാർ, ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അറിയാനായിട്ട് സാധ്യതയുള്ളത് കമ്പ്യൂട്ടർ സയൻസ് കിട്ടണമെങ്കിൽ ഇന്ന ക്യാമ്പസിൽ ഇത്ര റാങ്കിന് ഇവിടെ പ്രാധാന്യമില്ല, മാർക്കിലേക്ക് വരുമ്പോൾ ആ ഒരു രീതിയിലൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പരമായിട്ടൊന്ന് പറഞ്ഞു തരാമോ? നമുക്ക് ടോട്ടൽ മാർക്ക് 390 390 നമ്മൾ ഔട്ട് ഓഫ് 390 പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾ നോക്കിയാൽ കട്ട് ഓഫിൽ നല്ല വേരിയേഷൻസ് ഉണ്ട്. 2022 വളരെ ഉയർന്ന കട്ട് ഓഫാണ് 2023 വന്നപ്പോൾ. അതിൽ ഉയർന്ന കട്ട് ഓഫ് ആയിരിക്കും 24. അതിനാണ് സാധ്യത. അതിനാണ് കാരണം ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെയാണ് ഏകദേശം ഒരു അനാലിസിസ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ പിലാനി ക്യാമ്പസിൽ CS ലഭിക്കണമെങ്കിൽ ഒരു 340 മാർക്ക് വരെ വേണ്ടി വരും. 339, കഴിഞ്ഞ വർഷം 331 ആയിരുന്നു. അത് 339, 340 വരെ ആകാം. പിന്നെ അത് ഗോവയിലേക്ക് വരുമ്പോൾ ഒരു 304 വരും. ഹൈദരാബാദിലേക്ക് വരുമ്പോൾ 291 അല്ലെങ്കിൽ 292 ആ ഒരു റേഞ്ചിലുണ്ടെങ്കിൽ CS-ന് സാധ്യതയുള്ളൂ. ഇനി EC-യിലേക്ക് വരുമ്പോൾ അത് പിലാനിയിൽ ഒരു 304 വേണ്ടി വരും. ഗോവയാണെങ്കിൽ 275, ഹൈദരാബാദ് ഒരു 273. ഒരു തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമേ കാണുന്നുള്ളൂ. ഇനി ട്രിപ്പിൾ ഇ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രിപ്പിളിയിലേക്കാണ് വരുന്നതെങ്കിൽ പിലാനി ഒരു 280, 279, 280 വേണ്ടി വരും. ഗോവയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, 269 വേണ്ടി വരും. നമ്മുടെ ഹൈദരാബാദ് ആണെങ്കിൽ 257 ആ ഒരു റേഞ്ചിലേക്ക് വേണ്ടി വരും. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അടുത്ത ഒരു ബ്രാഞ്ച് കാണുന്നത് അത് പിലാനി ആണെങ്കിൽ 274, ഗോവയാണെങ്കിൽ 251, ഹൈദരാബാദും ഏകദേശം 251 റേഞ്ചിൽ തന്നെ ആയിരിക്കും. മെക്കാണെങ്കിൽ പിലാനിയിൽ വരുമ്പോൾ ഒരു 251, 252 വേണ്ടി വരും. കഴിഞ്ഞ വർഷം 244 ഒക്കെ മതിയായിരുന്നു, വ്യത്യാസം വരും. 252 വേണ്ടി വരും. ഗോവയാണെങ്കിൽ 230, ഹൈദരാബാദ് ആണെങ്കിൽ അത് 225 ആ ഒരു റേഞ്ചിലുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കെമിക്കലിലേക്കാണെങ്കിൽ പിലാനിയിൽ ഒരു 232, ഗോവ 216, ഹൈദരാബാദ് 214, 214. സിവിൽ പിലാനി 220, ഹൈദരാബാദിലാണ് ഉള്ളത്. പിന്നെ അത് 210 മതിയാകും. പിന്നെ MSc എക്കണോമിക്സ് ആണ് അവിടുത്തെ ഏറ്റവും MSc പ്രോഗ്രാമുകൾ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള എക്കണോമിക്സ് പ്രോഗ്രാമാണ്. അത്യാവശ്യം നല്ല കട്ട് ഓഫ് വരുന്നുണ്ട് താനും. കാരണം ടെക് കമ്പനീസ്, നമ്മുടെ ഫിൻടെക് കമ്പനീസിലേക്ക് നല്ല രീതിയിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൻപുറത്തെ കോളേജുകളിൽ ഏറ്റവും ഡിമാൻഡ് കുറവുള്ളത് ഒരു മെട്രോപോളിറ്റൻ പോലെ ഏറ്റവും ടോപ്പ് സിറ്റീസിൽ ഏറ്റവും ഡിമാൻഡിങ് ഉള്ളതുമായ ഒരു സിറ്റിയുടെ തന്നെയല്ല, ഈ എക്കണോമിക്സിൻ്റെ സാധ്യതകൾ നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലുമാണ് എക്കണോമിക്സ് കോമ്പിനേഷൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പക്ഷേ എക്കണോമിക്സ് ഒരു സയൻസാണ്. മാത്സ്, സ്റ്റാറ്റി ഇവിടെ ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്കണോമിക്സിൽ കുട്ടികൾക്ക് ഉയർന്നു പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്കണോമിക്സ് നല്ലൊരു സബ്ജക്റ്റ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഐസറിൽ ഭോപ്പാലിലും എക്കണോമിക്സ് BS ഉണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം സയൻസാണ്, ബാച്ചലർ ഓഫ് സയൻസ് എന്നാണ് വരുന്നത്. സംശയം കൂടെ കൂടി ചോദിക്കുക, അതായത് ഈ എക്കണോമിക്സിൽ അഡ്മിഷൻ കിട്ടണമെങ്കിലും ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ എക്സാം തന്നെയാണ് എഴുതേണ്ടത്? അതെ, അതിന് വ്യത്യാസമൊന്നുമില്ല. ബയോളജി ആപ്പാട് എഴുതാൻ വരുന്നത് ഫാർമസിക്കും ബയോളജിക്കൽ സയൻസിനും ഉള്ളൂ. അതായത് +2 ഒരു ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരു എക്കണോമിക്സ് എടുത്ത് പഠിച്ച ഒരാൾക്ക് ഒരിക്കലും അഡ്മിഷൻ കിട്ടാൻ പോലും സാധ്യതയില്ല. സയൻസുകാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതാണ്. അപ്പോൾ എക്കണോമിക്സ് പിലാനിയിൽ 264 വേണം. അപ്പോൾ 264 എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെക്കാനിക്കലിനേക്കാളും കെമിക്കലിനേക്കാളും ഒക്കെ ഉയർന്ന സ്കോറാണത്. ഇനി അത് ഗോവയിലേക്കാണെങ്കിൽ 246, ഹൈദരാബാദ് 243. ഇനി മാത്തമാറ്റിക്സ് ഉണ്ട് MSc, അത് പിലാനി 244, ഗോവ 228, ഹൈദരാബാദ് 227. ഫിസിക്സ് പിലാനി 243, ഗോവ 229, ഹൈദരാബാദ് 226. ഇനി കെമിസ്ട്രി ആണെങ്കിൽ
പിലാനി 221, ഗോവ 212, ഹൈദരാബാദും 212 എന്ന് പറയാം. പിന്നെ നമ്മൾ പുതിയ ബ്രാഞ്ച് ഈ വർഷം വരിക, മാത്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത നമുക്ക് ECയുടെ ജസ്റ്റ് മുകളിലായിരിക്കാം കട്ട് ഓഫ് വരാൻ, CS താഴെയായിട്ട് വരാനാണ് സാധ്യത. കാരണം ബിറ്റ്സിൽ ആണ് തുടങ്ങുന്നത്, അതുകൊണ്ട് അതൊരു പുതിയ ബ്രാഞ്ചാണ് എന്നതിൻ്റെ പേര് കുട്ടികൾ മാറി നിൽക്കാൻ സാധ്യതയില്ല, അവർ സെലക്ട് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ പിലാനിയിലൊരു 310, 311 ആകാനാണ് സാധ്യത. ഗോവയിലൊരു 286 വരാം. ഹൈദരാബാദും ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകാനാണ് സാധ്യത. നമ്മുടെ കഴിഞ്ഞ വർഷത്തേലും തീർച്ചയായിട്ടും ഉയരാനാണ് സാധ്യത വന്നിരിക്കുന്നത്. കാരണം 22, 23, 24 വരുമ്പോൾ ആ രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സെഷൻ 1 കഴിഞ്ഞിട്ടുള്ളൂ, ഇനി ഒരു സെറ്റും കൂടെ എക്സാം നടക്കാനുണ്ട്. അപ്പം അതിൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് വരാനുള്ള സാധ്യത ഇല്ല, അത് ഏകദേശം ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും. ഏകദേശം ഈ സിറ്റുവേഷൻ തന്നെ വരുള്ളൂ. വലിയൊരു വേരിയേഷൻ, ഒരു വൈൽഡായിട്ടുള്ള വേരിയേഷൻ ഒന്നും അങ്ങനെ ബിറ്റ്സിൽ അങ്ങനെ കാണാറില്ല. കാരണം റാങ്ക് എല്ലാം മാർക്ക് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട്. അതെ. ബിറ്റ്സ് എക്സാം എഴുതി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച ഇൻഫർമേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബിറ്റ്സിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ പ്രത്യേകതകളും അതുപോലെ തന്നെ ഈ ഏതൊക്കെ കോഴ്സിന് ഏതൊക്കെ മാർക്കുകളാണ് കിട്ടാൻ സാധ്യതയുള്ളത് എന്നതും വളരെ ഡീറ്റെയിൽ ആയിട്ട് ജോബി സാർ നമുക്ക് പറഞ്ഞു തന്നു. സർ, താങ്ക് യു വെരി മച്ച് സർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.